ഹായ് ഓൾ, എല്ലാവരെയും ഒരിക്കൽ കൂടിയിട്ട് സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് തുടങ്ങുകയാണ് അല്ലേ. എല്ലാവർക്കും മഴയൊക്കെ പെയ്ത് തുടങ്ങി, തണുപ്പൊക്കെ ആയി. സ്കൂളിൽ പോകാൻ മടിയുണ്ടോ? ഇല്ലല്ലോ, നിങ്ങളെല്ലാം നല്ല പിള്ളേരല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മടി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആദ്യ ലെസണായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിലെ കുറച്ച് പാർട്ട് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിരുന്നത്. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എഴുതിയിരിക്കുന്ന റസ്കിൻ ബോണ്ടാണ്. ഹീസ് എ ഫേമസ് ഇന്ത്യൻ ഓതറാണ് ആൻഡ് ഹാഡ് എ ബ്രിട്ടീഷ് ഡസൻ. ആൻഡ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കിയിരുന്നു. നെക്സ്റ്റ് ഗ്രാൻഡ് ഫാദർ, അതുപോലെ തന്നെ ദ ബോയ്, ഹീസ് ദേ ആർ ദ മെയിൻ ടു ക്യാരക്ടേഴ്സ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു സെറ്റിംഗ് എവിടെയാണ് നടക്കുന്നതൊക്കെ പറഞ്ഞിരുന്നു. സോ ഒരു വാം ഏപ്രിൽ ആഫ്റ്റർനൂൺ ആണ് ഇതിലെ മെയിൻ ഇവൻറ്റ്സ് ആയിട്ടെല്ലാം നടക്കുന്നത്. ദെൻ നമ്മളിതിൻ്റെ സമ്മറി പാർട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നത് അല്ലേ. സോ ദ സ്റ്റോറി ടോക്സ് അബൌട്ട് എ ബോയ് ഹു ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് പാരൻസ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയിലെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. അത് ബോയ് ഒരു സ്ക്വിറലുമായിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ദ ബോയ് മേഡ് എ പ്ലാറ്റ്ഫോം ഇൻ ദി ബനിയൻ ട്രീ ആൻഡ് ഹീസ് ലിവിങ് അഡ്വഞ്ചർ ബുക്സ് ബൈ സിറ്റിംഗ് ഓൺ ദി ബനിയൻ ട്രീ. ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്, ഓർമ്മയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തതിലേക്ക് പോകുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? എങ്കിലും നമുക്ക് അടുത്തതിലേക്ക് പോവാം. സോ ഇതിലെ മെയിൻ ഇൻസിഡൻറ്റ് നടക്കുന്നത് ഒരു ഏപ്രിൽ ആഫ്റ്റർനൂണിലാണ്. സോ ഇറ്റ് വാസ് എ ഏപ്രിൽ ആഫ്റ്റർനൂൺ, വാം സമ്മർ, വിച്ച് ഹാഡ് സെൻഡ് എവരി വൺ ഇൻഡോഴ്സ് ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അപ്പോൾ ഇതിൽ നടക്കുന്ന സമയത്ത് ഇതിലെ മെയിൻ ഇൻസിഡൻറ്റ് നടക്കുന്നത് ഒരു ഏപ്രിൽ ആഫ്റ്റർനൂൺ. ആൻഡ് ഏപ്രിൽ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയമാണ്, സമ്മർ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു സമയത്ത് ആഫ്റ്റർനൂൺ ടൈമിൽ എല്ലാവരും ഉള്ളിലായിരിക്കും, വീടിൻ്റെ ഉള്ളിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ബോയ് എവിടെയാണ്? അവൻ മരത്തിൻ്റെ മുകളിലാണ്, അവൻ ബനിയൻ ട്രീയിലാണ്. സോ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ വാസ് ഇൻ ദ ഇൻഡോർ. ദ ബോയ് വാസ് വണ്ടറിങ് വെദർ ഹി ഷുഡ് ഗോ ടു ദ പോണ്ട് and swim with the buffaloes and Ramu when suddenly he saw a huge black cobra gliding out of the clump of the cactus and making some cooler part of the garden and mongoose coming out. Okay, അങ്ങനെ അവൻ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് നല്ല ചൂടെടുക്കണം. അപ്പോൾ അവൻ ഒരു കാര്യം ചിന്തിച്ചു, പോണ്ടിൽ പോയിട്ടൊന്ന് സ്വിം ചെയ്ത് ഒന്ന് കൂളാക്കിയാലോ. അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഇതിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമമൊക്കെ തുടങ്ങി. ആ സമയത്താണ് അവൻ കാണുന്നത് ഒരു ഹ്യൂജ് കോബ്ര ഈസ് ഗ്ലൈഡിങ് ഓഫ് ദ ക്ലംബ് ഓഫ് ദ കാക്കറ്റസ്. കാക്കറ്റസിൻ്റെ അതിൻ്റെ ഇതിൽ നിന്ന് ഒരു പാമ്പ് എഴഞ്ഞ് പുറത്തേക്ക് വരുന്നു. ആൻഡ് ആ ഒരു ചൂട് സമയമാണല്ലോ. അപ്പോൾ ചൂട് സമയമാകുമ്പം പാമ്പിന് മാളത്തിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ മാളത്തിലിരിക്കാൻ പറ്റില്ലാത്ത പാമ്പ് എങ്ങോട്ട് വന്നു? പുറത്തേക്ക് വന്നു, ഒരു നല്ല കൂളർ പാർട്ടൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂളർ പാർട്ട് അന്വേഷിച്ച് വരികയാണ് നമ്മുടെ സ്നേക്ക്. ആൻഡ് ദ മൊങ്കൂസ് കമ്മിങ് ഔട്ട്. അതിൻ്റെ കൂടെ അപ്പുറം നോക്കുമ്പോൾ വേറെ ആളും കൂടെ വരുന്നു. ആരാണ്? മൊങ്കൂസ്. നമ്മുടെ കോബ്രയും അതുപോലെ തന്നെ മൊങ്കൂസും സുഹൃത്തുക്കളല്ലല്ലോ, അവർ നല്ല എനിമീസ് അല്ലേ. ദ നറേറ്റർ ഓഫൺ സീൻ ദ മൊങ്കൂസ്. അപ്പോൾ ഈ ബനിയൻ ട്രീൻ്റെ മേളിൽ ഇരിക്കുന്ന സമയത്ത് മൊങ്കൂസിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആര് കാണാറുണ്ട്? നമ്മുടെ നറേറ്റർ കാണാറുണ്ട് മൊങ്കൂസിനെ. In a clearing beneath the tree, in bright sunshine, the mongoose and the cobra came to face. അങ്ങനെ ഈ ദ ക്ലിയറിംഗ് ബെനീത്ത് ദ ട്രീ, ഈ മരത്തിന് താഴെയായിട്ട് ഇൻ ദ ബ്രൈറ്റ് സൺഷൈൻ ദ മൊങ്കൂസ് ആൻഡ് ദ കോബ്ര കെയിം ഫേസ് ടു ഫേസ്. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ദ കോബ്ര ന്യൂ ദാറ്റ് ദ മൊങ്കൂസ് വാസ് വെരി ആംഗ്രി ആൻഡ് എ ഗുഡ് ഫൈറ്റർ. കോബ്രയ്ക്ക് ഒരു കാര്യം അറിയാം, മൊങ്കൂസ് ചില്ലറക്കാരനല്ല, തന്നെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടൂല. ആൻഡ് മൊങ്കൂസ് ഈസ് എ വെരി ആംഗ്രി. സ്നേക്കിനെ കണ്ടു കഴിഞ്ഞാൽ, കോബ്രനെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടൂല, അവന് ഭയങ്കര ദേഷ്യം വരും. And a good fighter also. However, the cobra was no less as he was fast and had sharp fangs of deadly poison. നമ്മുടെ കോബ്രക്കാരൻ മോശമാണ് എവിടെ? അവൻ്റെ ഏറ്റവും വലിയ കഴിവെന്താണ്? സ്കില്ലെന്താണ്? പോയിസനാണ്. ആ പോയിസനും കൊണ്ട് അവന് കുറേ ആൾക്കാരെ അധികം കൊല്ലാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങാൻ പോകുന്നത്. ഫൈറ്റ് ബിറ്റ്വീൻ മൊങ്കൂസ് ആൻഡ് ദ സ്നേക്ക്. Thus it seemed like a war between the best. ഓക്കെ, രണ്ട് ബെസ്റ്റായ ആൾക്കാർ തമ്മിലുള്ള ഫൈറ്റ് ഇവിടെ തുടങ്ങുന്നു. ബോത്ത് ദ ആനിമൽസ് വേർ അൺഅവെയർ ഓഫ് ദ ബോയ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരാളിരിക്കുന്ന കാര്യം ആർക്കറിയില്ല? സ്നേക്കിനും അറിയില്ല, അതുപോലെ തന്നെ മൊങ്കൂസിനും അറിയില്ല.
പക്ഷേ ഇതിനൊരു സ്പെക്ടറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരുണ്ടെങ്കിലല്ലേ ഇതിനൊരു രസം ഉണ്ടാവുള്ളൂ. ബട്ട് വേർ സൂൺ അക്കമ്പനിയുടെ 2 സ്പെക്ടറ്റേഴ്സ്. അപ്പോൾ ഇതിന് കാഴ്ചക്കാരായി 2 പേര് വരാണ്, എ മൈന ആൻഡ് എ ക്രോ. ഓക്കെ, 2 പേരെത്തി, എ മൈന ആൻഡ് എ ക്രോ. ആൻഡ് ദ മൊങ്കൂസ് ഓപ്പൺ ദ അറ്റാക്ക്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ആര് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു? മൊങ്കൂസ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. And in order to take part in fight, the crow and the myna threw themselves at each other and returned safely to the cactus. അപ്പോൾ അങ്ങനെ ഫൈറ്റ് നടക്കുകയാണ്, 2 പേരും കൂടെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് കാഴ്ചക്കാരായിട്ട് 2 സൈഡിലും ആരുണ്ട്? നമ്മുടെ മൈനയും അതുപോലെ തന്നെ ക്രോവും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഫൈറ്റ് ചെയ്ത് ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് മൈനയും ക്രോവും ഇവിടുന്ന് പറന്ന് അപ്പർ സൈഡിൽ പോയിരിക്കും. ഓക്കെ, ഇവർ ഫൈറ്റ് ചെയ്ത് ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് അവർ അവിടുന്ന് പറന്ന് ഇപ്പുറ സൈഡിലേക്ക് ഇരിക്കും. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ദിസ് ഹാപ്പൻ ട്വൈസ്. ഇത് 2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. കാരണം ഇവർ ഒരു സൈഡിൽ നിന്ന് പറന്ന് അപ്പുറ സൈഡിലേക്ക് ഇരിക്കും, ഇപ്പുറ സൈഡിൽ നിന്ന് അപ്പുറ സൈഡിലേക്ക് ഇരിക്കും. അങ്ങനെ ഇവർ ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. The third time they did this, the myna returned safely and the crow got hit very sharply by the cobra. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം മൈന ഈസിലി പറന്ന് ഇപ്പുറ സൈഡിൽ വന്നിരുന്നു. പക്ഷേ എന്ത് പറ്റി? ക്രോ പറന്ന് വന്നു കഴിഞ്ഞപ്പോൾ സോ ദ ഹിറ്റ് ഗോട്ട് ഓൺ ഹിം. ഓക്കെ, കിട്ടി, കോബ്രയുടെ കൊത്ത് കിട്ടി. ആർക്ക്? ക്രോവിന് കിട്ടി. ദ ക്രൗ കൊളൈഡഡ് ഹെവിലി വിത്ത് ദ കോബ്ര ആൻഡ് ലോസ്റ്റ് ഇറ്റ്സ് ലൈഫ്. ഓക്കെ, എന്ത് സംഭവിച്ചു? നല്ല ഷാർപ്പ്, അതായത് 2 പേരും നല്ല ആംഗ്രി ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആര് പെട്ടു? ക്രോ പെട്ടു. ക്രോവ് ആ സമയത്ത് സ്പോട്ടിൽ കിട്ടിയ ആ കൊത്തുകൊണ്ട് തന്നെ പെടഞ്ഞു വീണ് മരിച്ചു. ദ ക്രോ ലേ വീക്ക് ആൻഡ് ഇഞ്ചുവേർഡ് ഓൺ ദ ഗ്രൗണ്ട് വൈൽ ദ ഫൈറ്റ് കണ്ടിന്യൂഡ്. അങ്ങനെ ക്രോ വീക്കായി നിലത്ത് വീണ് മരിച്ചു. ബട്ട് ഡിഡ് ദേ സ്റ്റോപ്പ് ദ ഫൈറ്റ്? എവിടെ? അവർ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നുണ്ടോ? അവർ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. സ്ലോലി ദ മൊങ്കൂസ് പവർ ഓവർപവേർഡ് ബൈ ദ സ്നേക്ക് സീസ്ഡ് ദ സ്ട്രഗിൾ. പക്ഷെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സ്നേക്ക് സ്ലോലി അവൻ്റെ കറേജ്, സ്ട്രെങ്ത് കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. കാരണം മൊങ്കൂസ് അവൻ്റെ പല സ്ഥലത്തും കടിച്ച് ബ്ലീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. The mongoose attacked cobra severely, bit on its back several times and finally the cobra died. ഓക്കെ, അങ്ങനെ ഫൈറ്റിൻ്റെ അവസാനം എത്തി. ദ മൊങ്കോസ് അവൻ്റെ ശരീരം മുഴുവൻ കടിച്ചു. ബിറ്റ് ഓൺ ഇറ്റ്സ് ബാക്ക് സെവറൽ ടൈം. അങ്ങനെ ബ്ലീഡ് ചെയ്ത് അവസാനം കോബ്ര ചത്തു. The mongoose dragged it inside the bushes while the myna gave a shrill cry of congratulation and flew away. ഓക്കെ, അങ്ങനെ ദ മൊങ്കൂസ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻസൈഡ് ദ ബുഷസ്. ഇപ്പോൾ നമുക്കറിയാം മൊങ്കൂസ് പാമ്പിനെ കൊന്നതിന് ശേഷം അതിനെ തിന്നാറുണ്ട്. അപ്പോൾ ഈ മൊങ്കൂസ് ഇതിനെ വലിച്ച് ബുഷസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ആദ്യം 2 സ്പെക്ടേറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ കാണാനായിട്ട്. ആരൊക്കെയായിരുന്നു? മൈനയും ക്രോവും. പക്ഷേ അതിലൊരാൾ എന്തുപോയി? ചത്തുപോയി. ബാക്കിയുള്ളത് മൈനയായിരുന്നു. മൈന പോകാൻ നേരത്ത് മൊങ്കോസിന് ഒരു കൺഗ്രാജുലേഷൻ ബിക്കോസ് യു ആർ ദ വിന്നർ. ഓക്കെ, ആൻഡ് ഫ്ലൂ അവേ. Grandfather was happy to know that the mongoose won the fight. അങ്ങനെ അവസാനം ഇവൻ ഫൈറ്റൊക്കെ കണ്ട് അതിൻ്റെ ത്രില്ല്, അതിൻ്റെ പേടി അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു, ഹി സോ എ ഫൈറ്റ് ബിറ്റ്വീൻ ദ മൊങ്കൂസ് ആൻഡ് ദ കോബ്ര. ആൻഡ് grandfather know that the mongoose won the fight. He had encouraged the mongoose to live in the garden as it was useful to keep the snakes away from the house and the garden. അപ്പോൾ മൊങ്കൂസ് ഈ ഒരു ഗാർഡനിലുള്ളത് ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണ്? അങ്ങനെ ആകുന്ന സമയത്ത് സ്നേക്ക് അവിടെ ഉണ്ടാകില്ല. ബട്ട് ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ് ഇറ്റ് ബിക്കോസ് വൈൽഡ് മൊങ്കൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ ദ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. പക്ഷേ അതിനെ ഒരിക്കലും ടൈം ചെയ്ത് ഇണക്കി വളർത്താനായിട്ട് ഗ്രാൻഡ് ഫാദർ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്? വൈൽഡ് മൊങ്കൂസ് ആണ് ഡൊമസ്റ്റിക്കേറ്റഡ് ആയ, അതായത് വീട്ടിൽ മെരുക്കി വളർത്തുന്നതിനേക്കാളും കുറച്ചും കൂടെ പവർഫുള്ള്. അവരാണ് കൂടുതലായിട്ട് പാമ്പിനെ പിടിക്കുക. മെരുക്കി വളർത്തിയ സാധനങ്ങളൊന്നും ഈ പാമ്പിനെ പിടിക്കാനുള്ള സാധ്യത ഇല്ല എന്നറിയാം. The boy often saw the mongoose patrolling the 4 corners of the garden. Once he saw him with an egg in his mouth and he had been in the and knew he had been in the പോൾട്രി ഹൗസ്. അപ്പോൾ അവിടെ ഒരു പോൾട്രി ഹൗസ് ഉണ്ട്.
കോഴിക്കുഞ്ഞുങ്ങളെ കോഴീനെയൊക്കെ ഉണ്ട്, കോഴി മുട്ടയിടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഈ മൊങ്കോസ് ചില സമയത്ത് ഇതിലിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് നമ്മുടെ നറേറ്റർ ഇതിൻ്റെ മുകളിലിരുന്ന് കാണാറുണ്ട്, നമ്മുടെ ബനിയൻ ട്രീയുടെ മുകളിലിരുന്ന്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇതിൻ്റെ വായിൽ ഇങ്ങനെ ഒരു എഗ്ഗൊക്കെ എടുത്ത് ഒരു മുട്ടയൊക്കെ എടുത്ത് പുറത്തേക്ക് പോണ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഗ്രാൻഡ് മദറിനോ ഗ്രാൻഡ് ഫാദറിനോ ഇതിങ്ങനെ ഇടയ്ക്ക് മുട്ട മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിൽ പ്രശ്നമില്ല. കാരണം എന്തായിരിക്കും? കാരണം ഇത് പാമ്പിനെ ഗാർഡനിൽ നിന്നും ഹൗസിൽ നിന്നും കിച്ചൻ്റെ സൈഡിൽ നിന്നൊക്കെ മാറ്റി നിർത്തും. അതുകൊണ്ട് അവർക്കിതിൽ കുഴപ്പമില്ല. So the grandmother would forgive him for stealing as long he kept the snakes away from the house. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഗ്രാൻഡ് മദർ ഒരിക്കലും ഇതിന് ഈ മൊങ്കൂസ് ഇത് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകുന്ന എഗ്ഗ് സ്റ്റീൽ ചെയ്ത് പോകുന്നതിന് പ്രശ്നമില്ല. കാരണം ഇറ്റ് കീപ് ദ സ്നേക്സ് അവേ ഫ്രം ദ ഹൗസ്. ഗ്രാൻഡ് ഫാദർ ഹാഡ് ബ്രോട്ട് ഹോം എ വൈറ്റ് റെഡ്. അങ്ങനെ ആ ഇൻസിഡൻറ്റ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടിലേക്ക്, സ്റ്റോറിയുടെ നെക്സ്റ്റ് പാർട്ടിലേക്ക് വരികയാണ്. And grandfather had brought home a white rat from the bazaar and the boy used to take it him within the banyan tree. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഗ്രാൻഡ് ഫാദർ ബസാറിൽ നിന്ന് ഒരണ കൊടുത്ത് ഒരു വൈറ്റ് റാറ്റിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വൈറ്റ് റാറ്റ് നമ്മൾ ഇത് പരീക്ഷണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ ഇണക്കി വളർത്തുന്ന സാധനമാണ്. അപ്പോൾ അതിനെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ബോയ് ചില സമയങ്ങളിൽ പോകുന്ന സമയത്ത്, ബനിയൻ ട്രീൻ്റെ മേളിൽ പോകുന്ന സമയത്ത് ആരെയും കൊണ്ടുപോകാറുണ്ട്? നമ്മുടെ വൈറ്റ് റാറ്റിനെ കൊണ്ടുപോകാറുണ്ട്. സോ വൺ ഡേ ദ മദർ നിറ്റിംഗ് വാസ് മിസ്സിങ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിങ്, അതായത് നമ്മൾ നൂൽക്കാൻ എടുക്കുന്ന, അതുകൊണ്ട് ഇങ്ങനെ മപ്ലെയർ കാര്യങ്ങളൊക്കെ തുന്നിയെടുക്കുന്ന നിറ്റിങ് കാണാനില്ല. ദ സെർച്ച്ഡ് ഫോർ ഇറ്റ് എവരിവെയർ വിത്തൗട്ട് സക്സസ്. അങ്ങനെ എല്ലായിടത്തും നോക്കി, പക്ഷേ എന്ത് കാണുന്നില്ല? ഇത് കാണുന്നില്ല. നെക്സ്റ്റ് ഡേ ദ ബോയ് ഫൗണ്ട് സംതിങ് ഗ്ലൈൻറ്റിംഗ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവൻ ബനിയൻ ട്രീൻ്റെ മേളിലിരിക്കുമ്പോൾ അവിടെ ഒരു ഹോളിൽ എന്തോ ഒരു സാധനം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നു. വെൻ ഹി ലുക്ക്ഡ് ടു ദ ഹോൾ ഹി ഫൗണ്ട് 3 വൈറ്റ് സ്ക്യൂരൽ ബേബീസ് എമംഗ് ദ വൂൾ ഇൻ ദ ഹോൾ. അപ്പോൾ അവൻ അവിടെ പോയി നോക്കി, ആ ഹോളിൽ പോയി നോക്കി. അപ്പോൾ പോയി നോക്കിയപ്പോൾ എന്താ കണ്ടേ? 3 വൈറ്റ് സ്ക്യൂരൽസ് ബേബീസ് എമംഗ് ദ വൂൾ ഇൻ ദ ഹോൾ. അപ്പോൾ ആ വൂളും എല്ലാം കൊണ്ടുപോയിട്ട് അതിൽ നിന്നൊരു കൂടുണ്ടാക്കി. ആ കൂട്ടിൽ എന്ത് കാണുന്നു? 3 വൈറ്റ് സ്ക്യൂരൽസിനെ. ദേ വർ സർപ്രൈസ് ആൻഡ് പസിൽ ടു സീ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു സ്ക്യൂരലിൻ്റെ കളർ എന്താ? ഗ്രേ. പക്ഷേ ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ കളറ് വൈറ്റ്. ഇതെങ്ങനെ സംഭവിച്ചു? ഓക്കെ, ദേ പസിൽഡ്. ബട്ട് വെൻ ദ ബോയ് മെൻഷൻ ദാറ്റ് ഹി യൂസ് ടു ടേക്ക് ദ വൈറ്റ് റാറ്റ് ടു ദ ട്രീ, grandfather said that the white rat must be the father of the white squirrel babies. അപ്പോൾ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഈ വൈറ്റ് സ്ക്യൂരൽസിൻ്റെ അച്ഛൻ ആരാണ്? നമ്മുടെ വൈറ്റ് റാറ്റാണ്. അപ്പോൾ അവൻ ആൾ മോശക്കാരനില്ലായിരുന്നു. ബനിയൻ ട്രീയിൽ പോയിട്ട് അവൻ അതിലേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഹീസ് മേക്കിംഗ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ഗ്രേ സ്ക്യൂരൽ. ഗ്രേ സ്ക്യൂരലുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ 3 വൈറ്റ് സ്ക്യൂരൽസ് ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു അതിൻ്റെ ഫാദർ എന്ന് പറയുന്നത് വൈറ്റ് റാറ്റാണ്. ഹി ഓൾസോ സെഡ് ദാറ്റ് ദ റാറ്റ്സ് ആൻഡ് സ്ക്യൂരൽസ് വർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ദേ കുഡ് ഹാവ് ഓഫ് സ്പ്രിങ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ജീനീൽസിൽ പെടുന്ന ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായി, അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. അങ്ങനെ ഈ സ്റ്റോറിയുടെ അവസാനം എത്തി. സോ ഈ സ്റ്റോറിയിലെ മെയിൻ ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യ ഒരു സമയത്ത് ഗ്രേ സ്ക്യൂരൽ കൂട് കൂട്ടാൻ നോക്കുന്നത് നമ്മുടെ നറേറ്ററിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലാണ്. അപ്പോൾ അതിനുശേഷമാണ് ബനിയൻ ട്രീയിൽ വരുന്നത്. അപ്പോൾ ബനിയൻ ട്രീയിൽ അവൻ കൂട് കൂട്ടാൻ എടുത്തിട്ട് പോകുന്നത് ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിംഗ് ആണ്. ഓക്കെ, വൂളും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എടുത്തത്. അങ്ങനെ അവസാനം 3 വൈറ്റ് സ്ക്യൂരൽസ് ആൻഡ് ആരാണ് എൻ്റെ ഫാദർ? വൈറ്റ് റാറ്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായ സ്റ്റോറി നല്ലപോലെ? അപ്പോൾ ഇതിന് എൻ്റെ ഏറ്റവും അവസാനമായിട്ടൊരു കാര്യങ്ങൾ പറയാം. ഈ സ്റ്റോറിയിലെ മെയിൻ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്യൂരൽ. ഓക്കെ, അവൻ എവിടെയാണ്? ബനിയൻ ട്രീയിലാണുള്ളത്. ബനിയൻ ട്രീയിൽ ഹി മെയ്ഡ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ഗ്രേ സ്ക്യൂരൽ. ആൻഡ് ദ സെക്കൻഡ് മെയിൻ ഇവൻറ്റ്സ്, the fight between the cobra and the mongoose and the cobra's death. Okay, അപ്പോൾ നമ്മൾ കണ്ടതാണ് a furious fight between the cobra and the snake and the mongoose and the cobra's death. Then interference of myna and crow and the tragic death of the crow. Okay, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക്
ഇടപെട്ടിട്ട് ലാസ്റ്റ് ആരുടെ ട്രാജിക് ഡെത്ത് സംഭവിച്ചു? ക്രൂയുടെ. ദെൻ ദ ലാസ്റ്റ് ദ സ്ക്വിറൽസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ വൈറ്റ് റാറ്റ് ആൻഡ് ദ ബർത്ത് ഓഫ് 3 വൈറ്റ് സ്ക്വിറൽസ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റത്തെ മെയിൻ ഇൻസിഡൻറ്റ് ഏതായിരുന്നു? ഓക്കെ, ദ 3 വൈറ്റ് സ്ക്വിറൽസ്. ആൻഡ് ഹൂ ഇസ് ദ ഫാദർ ഓഫ് ദ വൈറ്റ് സ്ക്വിറൽസ്? വൈറ്റ് റാറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇത് സ്റ്റോറി വളരെ സിമ്പിളായ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഡൗട്ടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കൾ ഇതെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. സി യു.